എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേരളത്തിലെ ഒരു സാധാരണ ജനത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നൊരു സംഭവം പറയാം. അതായത് സാധാരണഗതിയിൽ ഈ അന്നന്നത്തെ ജോലി കൊണ്ട് ജീവിക്കുന്ന പണിക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുകയോ അല്ലെങ്കിൽ ഒരു മേസ്തിരി പണിക്ക് പോകുകയോ അല്ലെങ്കിൽ മൈക്കാട് പണിക്ക് പോകുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിനൊരു 3 മക്കളും ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനത്തെ ഒരു വീട്ടിൽ വെളുപ്പിനെ 3 മണിക്കോ 4 മണിക്കോ എഴുന്നേൽക്കുന്നതാണ് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ വീട്ടമ്മ. ആ വീട്ടമ്മ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ ഗ്യാസ് കാണും, ചിലപ്പോൾ ഗ്യാസ് കാണുകയില്ല. വിറകാണെങ്കിൽ അത് ഊതി തീ കത്തിച്ച് ഊതി ഈ ഭർത്താവിന് ജോലിക്ക് പോകാനുള്ള ചോറും കറികളും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഈ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള ഭക്ഷണം കൊടുത്തു വിടണം, പാക്കറ്റ് ചെയ്ത് വിടണം. ഇതെല്ലാം കൊടുത്തു വിടാനുള്ള ക്രമങ്ങളൊക്കെ ആ വീട്ടമ്മ ചെയ്യണം. മക്കളും ഭർത്താവും പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് കാണും? അവർ വീട്ടിലെ പണികൾ ചെയ്യണം, തുണി അലക്കണം, ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെയെല്ലാം ചെയ്ത് ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, കഴിച്ചില്ലെന്നായി, അല്ലെങ്കിൽ രാവിലെ വെച്ചതിൻ്റെ തണുത്തതും മരച്ചതും ബാക്കി ഒരു ശകലം കഴിച്ച് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയി ആ ഭർത്താവും മക്കളും വരുമ്പോഴത്തേനും കാപ്പിയോ സാഹചര്യങ്ങളൊക്കെ വെക്കും. ഇതൊക്കെ ഒരുക്കുക. ഇനി വൈകുന്നേരം ഈ ഭർത്താവ് ഈ 1000 രൂപ ശമ്പളം കിട്ടിയിട്ട് ഈ ഭർത്താവ് മദ്യപിക്കുന്ന ഒരു മനുഷ്യനൂടെ ആണെങ്കിൽ ഇയാൾ ഒരു 400 രൂപയൊക്കെ മുടക്കി ഒരു പൈൻറ്റ് മേടിച്ച് കുടിക്കും. ഒരു 100 രൂപയുടെ ബീഡി സിഗരറ്റും ഒക്കെ കൂടെ മേടിക്കും. പിന്നെ സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഒരു 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ പോലും ഒരു 100 രൂപ 106 രൂപ പെട്രോൾ പോകും. മൊബൈൽ ബില്ല്, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല് എല്ലാം കൂടെ ഒരു 100 രൂപ പോകും. ബാക്കി വീട്ടു സാധനങ്ങളെല്ലാം കൂടെ ഒരു 100-300 രൂപയുടെ സാധനങ്ങൾ, ഇപ്പോൾ 50 പൈസ കൂടിൻ്റെ പകുതിക്ക് മേടിക്കാൻ പോലും വീട്ടു സാധനങ്ങൾ കിട്ടുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, 1 കിലോ വെളിച്ചെണ്ണ മേടിച്ചാൽ 500 രൂപ. അപ്പോൾ ഒരു 100 മില്ലി വെളിച്ചെണ്ണയും ബാക്കി ഇച്ചിരി ചില്ലറ സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച് കഴിയുമ്പം അയാൾക്ക് കിട്ടിയ 1000 രൂപ തീർന്നു. ഈ 1000 രൂപയ്ക്കകത്ത് 400 രൂപയ്ക്ക് കുടിച്ച മദ്യത്തിനകത്ത് 300 രൂപ നികുതിയുണ്ട്. പിന്നെ ബീഡിക്കകത്ത് 70 രൂപ നികുതിയുണ്ട്. ഈ അടിച്ച പെട്രോൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ അതിനകത്തൊരു 65 രൂപ നികുതിയുണ്ട്. പിന്നെ അയാൾ ഈ മൊബൈൽ ചാർജ് ചെയ്തതും കറണ്ട് ബില്ലും പിന്നെ വെള്ളത്തിൻ്റെ ബില്ലും എല്ലാത്തിനകത്തും കൂടി ഒരു 50 രൂപ നികുതിയുണ്ട്. അവസാനം വീട്ടു സാധനങ്ങൾ മേടിച്ചതിനകത്ത് ഒരു 18% GST നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 രൂപ അയാൾ അറിയാതെ പോയി. അതായത് 1000 രൂപ വരുമാനമുള്ളവൻ്റെ അന്നന്നത്തെ വരുമാനത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ സർക്കാർ 535 രൂപ കൊണ്ടുപോകും. ഇതൊരു കണക്ക്. ഇത് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ ഭാര്യ വിവാഹം കഴിച്ച് അന്ന് വന്നു തൊട്ട് ഇപ്പോൾ 20 വർഷമായെങ്കിൽ 20 വർഷമായിട്ടും 1 രൂപ ദിവസം വരുമാനമില്ലാതെ പണിയെടുക്കുക. 1 രൂപ ദിവസ വരുമാനമില്ലാതെ. ഇനി ഇതിൻ്റെ അടുത്ത കണക്ക് പറയുക. നമ്മുടെ കേരളത്തിൽ 1 രൂപ വരുമാനമില്ലാതെ തീയിലും പുകയിലും 1 രൂപ ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന വീട്ടമ്മമാർ എത്ര പേരുണ്ടെന്നറിയാമോ? 40 ലക്ഷം. 40 ലക്ഷം വീട്ടമ്മമാർ 1 രൂപ വരുമാനമില്ലാതെ നമ്മുടെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ആശാ വർക്കർമാർ 25,000 പേര് ഒരു ദിവസം 232 രൂപയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം അവരുടെ വരുമാനമാണ് 232 രൂപ. ചെറുകിട കർഷകർ പറഞ്ഞാൽ റബ്ബർ, തെങ്ങ്, നെല്ല് ഇങ്ങനെയൊക്കെയുള്ള ചെറുകിട കർഷകർ, വൻകിട കർഷകരല്ല, ചെറുകിട കർഷകർ 14,52,000 പേരുണ്ട്. അവരുടെ ചിലവും കഴിഞ്ഞ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് വിദഗ്ധമായൊരു കണക്കെടുത്തപ്പം 42 രൂപയാണ് ഒരു ദിവസം അവരുടെ വരുമാനം, ചെറുകിട കർഷകർ. ഇനി അടുത്തത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണിയെടുക്കുന്നത് 20,55,865 പേരുണ്ട്. ഇവർക്ക് ഒരു ദിവസം 357 രൂപ വരുമാനമുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിലെ സെയിൽസ് വിഭാഗം ജോലി 5 ലക്ഷം ആളുകളുണ്ട്. അവർക്കൊരു ദിവസം ജോലിക്ക് പോയാൽ ആവറേജ് 450 രൂപ ഉണ്ട്. ഇനി പാസഞ്ചർ ഓട്ടോറിക്ഷയും പിക്കപ്പും പെട്ടിജീപ്പും ടിപ്പറും ലോറിയും അങ്ങനെ ആ പാസഞ്ചർ വാഹനങ്ങളുടെ മേഖലയിൽ 7 ലക്ഷം ജോലിക്കാരുണ്ട്. ആവറേജ് 450 രൂപ അവർക്ക് ഡെയിലി ഉണ്ട്. ഇനി സാമൂഹ്യ പെൻഷൻ മേടിക്കുന്ന ആളുകൾ 50,42,044 പേരുണ്ട് സർക്കാരിൻ്റെ കണക്കും പ്രകാരം. അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു ദിവസം 53 രൂപ വരുമാനമുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,40,00,000 ഈ പരുവത്തിലുള്ളവരാ. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ വ്യക്തികൾക്കും 10,000 രൂപ മാസം പെൻഷൻ കൊടുത്തേ മതിയാവും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയുന്നു, നമ്മുടെ കേരളത്തിൽ
ഈ 40 ലക്ഷം 5 പൈസ വരുമാനമില്ലാതെ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക് മാസം 5000 രൂപ പെൻഷൻ കൊടുത്തേ മതിയാവൂ. അത് പ്രായത്തിൻ്റെ പരിധിയിലല്ല, ഒരു വീട്ടമ്മ എന്നുള്ള പരിധിയിൽ. വിവാഹം കഴിച്ചാൽ പിന്നെ അവർ വീട്ടമ്മയായി. അന്ന് മുതൽ അവർക്ക് 1 രൂപ വരുമാനമില്ലാതെ അവർ വീട്ടിലാണെങ്കിൽ അവർക്ക് മാസം 5000 രൂപ കൊടുത്തേ മതിയാവൂ. മുഴുവനൂടെ ഉണ്ടാക്കി രാഷ്ട്രീയക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് തള്ളിക്കയറ്റിയ പോരാ എന്നാ പറഞ്ഞു വരുന്നത്. ഇനി സംസ്ഥാനത്ത് അതിദരിദ്രരില്ലെന്ന് കണ്ടുപിടിച്ചിട്ടാണല്ലോ നവംബർ 2-ാം തീയതി വൈകിട്ട് പ്രഖ്യാപിച്ചത്. എങ്ങനെയാണ് അതിദരിദ്രരില്ലെന്ന് കണ്ടുപിടിച്ചത്? ഈ LDFന് ഇവരുടെ പ്രവർത്തകരായ കുറേ സ്ത്രീകളുണ്ട്. ഉദാഹരണത്തിന് ആശാ വർക്കർമാർ. ആശാ വർക്കർമാർക്കിട്ട് ഇവർ കൊടുത്ത പണി നല്ലതാണ്. അവർക്ക് പൈസ കൂട്ടി കൊടുക്കാൻ ഞാൻ ഒരു കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് LDF ചായവുള്ള കുറേ ആശാ വർക്കർമാർ നമ്മുടെ നാട്ടുകാർക്കിട്ട് പണിത ഒരു കാര്യം പറയാം. അങ്ങനത്തെ കുറേ ആശാ വർക്കർമാർ, ഈ ഹരിതകർമ്മസേന പ്രവർത്തകർ, തൊഴിലുറപ്പ് പട്ടികയിനകത്ത് കുറച്ച് പെണ്ണുങ്ങൾ, പിന്നെ ചില കരാർ തൊഴിലാളി ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെല്ലാം കൂടെ ഉള്ളതിനകത്തുനിന്ന് LDFന് അത്യാവശ്യം വേണ്ടവരെ കൊണ്ട് അവരൊരു സർവേ നടത്തിയിട്ടാണ് കേരളത്തിൽ അതിദരിദ്രരില്ലെന്ന് അവരങ്ങ് തീരുമാനിച്ചത്. എന്നാ സംഭവിക്കാൻ പോകുന്നറിയോ? കേന്ദ്ര ഗവൺമെൻറ് അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രകാരമാണ് ഈ മഞ്ഞക്കാർഡുകാർക്ക് അരി കൊടുക്കുന്നത്. ഈ മഞ്ഞക്കാർഡുകാരുടെ അവരുടെ അരി ഇല്ലെന്നാക്കിക്കാനുള്ള കളിയാണ് ഇവർ ഈ കളിച്ചത്. എന്നാന്ന് ചോദിച്ചാൽ ആ അരിയും കൂടി ഇല്ലെന്നായെങ്കിൽ പരമദരിദ്രനായി തണ്ടി നടന്നോളും. അതിനുവേണ്ടി കളിച്ചതിനകത്ത് ഒരു വിഭാഗം ഹരിതകർമ്മസേനയിലെ LDF സ്ത്രീകളാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഏതെങ്കിലും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ, കേരളത്തിൽ അതിവിദഗ്ധർ, കേരളത്തിൽ അതിദരിദ്രരില്ലെന്ന് കണ്ടുപിടിച്ചവന്മാർ ആരെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് സർക്കാർ പുറത്തു വിട്ടെ. ഈ കയറുവിരി ശാസ്ത്രജ്ഞനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ തലയ്ക്കകത്ത് ആൾതാമസമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു വിട്ടെ. ഇനി ഞാനൊരു ക്ലിപ്പ് കേൾപ്പിക്കാം. സജിയേട്ടാ, ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് നവംബർ 1-ന് മുഖ്യമന്ത്രി അതിദാരിദ്ര്യത്തിലില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പക്ഷെ ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഇതിങ്ങനെ പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ ഒരു പൗരനാണ്, ഞാൻ വോട്ട് ചെയ്യുന്നവനാണ്. അപ്പം ഇയാൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്? കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 സെന്റ് ഭൂമിയോ ഒരു വീടോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ജോലിയോ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. ഇയാള് ഈ കേരളപ്പിറവി ദിവസത്തിൽ ദാരിദ്ര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് സത്യത്തിൽ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയനെ ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കാൻ പറയും. വെറുതെ ഇയാള് ചെയറിലിരുന്നിട്ട് ആവശ്യമില്ലാത്തത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി വലിയ മാമാങ്കവും സംഗമവും ഒക്കെ ഉണ്ടാക്കി, ആ പൈസ ഉണ്ടെങ്കിൽ എത്ര ജനങ്ങൾക്ക് വീടും സ്ഥലവും വെച്ചു കൊടുക്കാം. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്ഥലവും ഒരു ചെറിയ വീടും ഒരു പാവപ്പെട്ടവന് വെച്ചു കൊടുക്കാം. കോടിക്കണക്കിന് രൂപ ചെലവാക്കണ്ടല്ലോ. എത്ര കുടുംബങ്ങൾക്ക് ആശ്വാസമായിരിക്കും? വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തവർ കണ്ടമാനമായ ഈ കാലഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയ കുതന്ത്രവുമായിട്ട് ഇറങ്ങിയേക്കുന്നത് LDF. എന്തിനാ? ഈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ. ഇനി ചിലപ്പോൾ 2 മാസം ഒരുമിച്ച് കൊടുക്കും. എന്നാണെന്നറിയോ? കൈക്കൂലിയ, കുത്തറ വോട്ട്. അതിനു വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായി തകർന്ന് മുടിഞ്ഞ് മുദ്രയിട്ട് മുണ്ടങ്കോലെടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ ഒരു വിഭാഗം, ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ. ഇവന്മാരെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഇവിടെ അതിദരിദ്രരില്ലെന്ന്? അതിനകത്ത് ഒരു സുതാര്യതയില്ല. കണക്ക് പുറത്തു വിടട്ടെ. ഇനി 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? എന്നെ ശ്രമിക്കുന്ന കേരള സഹോദരങ്ങളെ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നല്ലേ പറ്റുള്ളൂ. ഈ വൃത്തികേടിന് മാറ്റം വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ ലോകം മുഴുവൻ, കേരളം മുഴുവനുള്ള ക്ഷേമ പെൻഷൻ മേടിക്കുന്ന മോളിയോടും, ക്ഷേമ പെൻഷൻ മേടിക്കുന്ന തങ്കച്ചനോടും, കുട്ടപ്പനോടും, രായപ്പനോടും, വേലപ്പനോടും, പിന്നെന്താ തോമസിനോടും, ജോസഫിനോടും, ഇസ്മായിലിനോടും ഒക്കെ ചോദിക്കട്ടെ, ഈ 1600 രൂപ പോയി ഇങ്ങനെ മേടിക്കുന്ന നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണോ മോളിലാണോ? നിങ്ങൾ ചിന്തിച്ചേ. എങ്ങനെയാവുമാർ കണ്ടുപിടിച്ചത്?
ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അതിദരിദ്രർ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ കൊട്ടാരത്തിലിരുന്നാൽ പോരാ, താഴോട്ടിറങ്ങ്. 40 വണ്ടിയുടെ അകമ്പടിയിൽ അലറി കുതിച്ച് പോയാൽ തനിക്ക് ഇത് കാണാൻ പറ്റിയല്ല ഇവിടെ അതിദരിദ്രരുണ്ടോ ഇല്ലയോന്ന്. അതിദരിദ്രരുണ്ടെങ്കിൽ അവർ കിടക്കുന്നിടത്ത് ചെല്ലണം. ഇറങ്ങുമ്പം വഴി നീളം തിരുവനന്തപുരം തൊട്ട് കോട്ടയം വരെയാണ്. കോട്ടയം വരെ ഓരോ വളവിനും പോലീസുകാരെ നിർത്തിയിട്ട് അലറി കുതിച്ച് പോകുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റിയല്ല. കാണണേ താവോട്ട് വരണം. ആയിരക്കണക്കിന് ആൾക്കാരെ കാണിച്ചു തരാം. ധൈര്യമുണ്ടോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? വീടില്ലാത്തവനെയും കൂരയില്ലാത്തവനെയും ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാത്തവനെയും ഒരു വരുമാനം ഇല്ലാത്തവനെയും പണിയില്ലാത്തവനെയും 10,000 ഞങ്ങൾ കാണിച്ചു തരാം. എന്നാ വൃത്തികേടായി കാണിക്കുന്നത്? സാധുക്കൾക്ക് 20-30 കിലോ അരി കിട്ടുന്നത് അതുങ്ങൾ വീതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ കൊണ്ട കൊടുക്കുന്നവരുള്ളപ്പം അതും കൂടെ ഇല്ലാതാക്കി കളയാനുള്ളതാണ് ഈ കുതന്ത്രമെങ്കിൽ നിന്റെ ഒന്ന് 4 തലമുറ ഗുണം പിടിക്കല. ഇത് കേരള ജനം സഹിക്കരുത്. ഇനി ഇതിൻ്റെ ബാക്കി ഒരു ചരിത്രം കൂടെ പറയാം. എന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് കണ്ണൂരിൽ നിന്നൊരു ഒരു മനുഷ്യൻ വിളിച്ചു. വൃദ്ധനാണ്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ ദൈവം EK നയനാരാ. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ തലമൂത്ത CPM-കാരനാണ്. പുള്ളി പറയുക എൻ്റെ ദൈവം EK നയനാരാ. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കുക, മോനെ, കേരളത്തിൽ 1/2 കോടി കള്ളന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയത്തില്ല. 15 ലക്ഷം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേധാവികൾ ഉണ്ടെന്നറിയാം. വേണ്ട മോനെ, 1/2 കോടി കള്ളന്മാരുണ്ടെന്ന് വിചാരിക്കുക. ഈ 1/2 കോടി കള്ളന്മാർ ഒഴിച്ചിട്ട് ബാക്കി 3 കോടി ജനം അറിയുന്നവൻ മോൻ്റെ കൂടെയാണ് എന്ന് ആ മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു. എന്നോട് പറയുക, ഇനി കണ്ണൂർ വരുമ്പോൾ കാണണം കേട്ടോ. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വരുമ്പോൾ കാണാം. ഞാൻ ശ്രദ്ധിച്ചു, അയാൾ ഒരു അടിയറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ. അയാൾ പറഞ്ഞു അയാളുടെ ദൈവം EK നായനാരാണ്. EK നായനാരുടെ വീണ്ടും ചുറ്റുവട്ടം കണ്ട. അയാൾ പറയാ 1/2 കോടി കള്ളന്മാർ ഒഴിച്ച് ബാക്കി കേരളത്തിലെ 3 കോടി ജനവും നിങ്ങൾ ഈ പറയുന്ന കാര്യം അന്വേഷിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇതിനടിയിലൊക്കെ വന്ന് കമൻ്റ് ഇടുന്നവന്മാരോടെല്ലാം പറയട്ടെ, ഞാൻ പറയുന്നത് എൻ്റെ ജനത്തിന് വേണ്ടിയാണ്, മലയാളികൾക്ക് വേണ്ടിയാണ്. അവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, മലയാളിക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ അങ്ങേറ്റം പോകും. അതോടൊപ്പം പറയട്ടെ, ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സകല വീട്ടമ്മമാർക്കും മാസം 5,000 രൂപ വെച്ച് പെൻഷനല്ല സ്റ്റൈഫൻഡ് കൊടുക്കും. പെൻഷൻ പറ്റി കഴിഞ്ഞല്ലോ, ഇത് സ്റ്റൈഫൻഡായിട്ട് കൊടുക്കും. കാരണം അവരാ കുടുംബത്തിൻ്റെ പണിയെടുക്കുന്നത്. അവരുൽപ്പാദിപ്പിച്ച് വിടുന്ന അല്ലെങ്കിൽ ആരും കാണാതെ കിടക്കുന്ന ആ സാഹചര്യവും സമൂഹത്തിൻ്റെ നന്മയ്ക്കാണ്. അതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ ഈ പ്രാവശ്യം റെഡിയാക്കിക്കോ. നമ്മളൊരു ശക്തമായ നീക്കത്തിലേക്ക് നമ്മൾ നീങ്ങും. നമ്മളിത് വാങ്ങിയെടുക്കും. ഞാൻ അതിൻ്റെ മുമ്പിലുണ്ടാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.